സോ ലോകേഷ് കനകരാജ് ഈസ് ലോകേഷ് കനകരാജ്. വെറുതെ ഒറ്റ പടം കൊണ്ടൊന്നും പുള്ളിയെ ഓവർ റേറ്റഡ് ആക്കിയിട്ട് കളിക്കണ്ട പട്ടികളെ, മനസ്സിലായ പട്ടികളെ. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും കൂലി കണ്ടിട്ട് അത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വരാത്തതിൻ്റെ പേരിൽ ലോകേഷ് കനകരാജിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉൾപ്പെടെ പുള്ളിക്കാരൻ പട്ടികളെ എന്ന് വിളിച്ചേക്കാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ലോകേഷിൻ്റെ വളരെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ ലോകേഷിൻ്റെ പടം ഒരെണ്ണം ഒന്ന് പാളിപ്പോയി, കൂലി, നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ട്. അപ്പോൾ ആ പാളിപ്പോയതിൻ്റെ പേരിൽ ലോകേഷിനെ ഇപ്പോൾ എടുത്തിട്ട് അലക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര്. അപ്പോൾ ആ എടുത്തിട്ട് അലക്കുന്ന കണ്ട് ഇങ്ങേർക്ക് സഹിച്ചില്ല, ആർക്ക് അശ്വന്ത് കൊക്കിന് സഹിച്ചില്ല. അപ്പോൾ പുള്ളി അതിനെതിരെ വിമർശിച്ചുകൊണ്ട് ലോകേഷിൻ്റെ ഫിലിമോഗ്രഫിയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അത് മൊത്തത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്നില്ല, അത് റിയാക്റ്റും ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കൊക്കണ്ണൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് പോയി കാണുക, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷയമൊന്നുമില്ല, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു 150 രൂപയുടെ വിഷയമാണ്. ഈ 150 രൂപ എന്ന് പറഞ്ഞത് ലോകേഷ് കനകരാജിൻ്റെ ഏതെങ്കിലും ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങേര് എടുത്തെടുത്ത് പറയുന്നൊരു സംഭവമാണ് ഈ 150 രൂപയുടെ കേസ്. ഇങ്ങേരോട് ആരെങ്കിലും വന്ന് ചോദിക്കും, നിങ്ങൾ ഈ കോടി ക്ലബ്ബുകളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ ഈ സിനിമ എത്ര കോടി കയറും, കൂലി 1000 കോടി കയറുമോ, ലിയോ 500 കോടി കയറുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങേര് പറയുന്നൊരു സംഭവമാണ്, ഞാൻ ഈ കോടി ക്ലബ്ബുകൾക്കൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രേക്ഷകർ കൊടുക്കുന്ന 150 രൂപ, ഒരാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ, അതായത് ഒരു ദിവസത്തെ പൈസയിൽ നിന്ന് അയാൾ എടുക്കുന്ന വിലപ്പെട്ട എമൗണ്ടാണ് 150 രൂപ. ആ 150 രൂപയ്ക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂലി കണ്ട എൻ്റെ 150 രൂപ പോയി എന്ന് എനിക്ക് പറയാൻ അർഹതയുണ്ട്. അതുപോലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് ഉരുപൊട്ടി അന്ധമായിട്ടുള്ള ലോകേഷ് കനകരാജ് ഫാൻസ് കൊക്കണനെ പോലെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 10 ഇരട്ടി വിമർശനങ്ങൾ ലോകേഷിൻ്റെ തലയിൽ വന്ന് വീഴുന്നുണ്ട്. ഇപ്പോൾ ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടറിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല നമ്മൾ. കാര്യം പുള്ളി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അങ്ങനെയുള്ള ബെസ്റ്റ് സിനിമ, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പടം വിക്രമാണ്. അപ്പോൾ അതിന് എതിരഭിപ്രായം ഉണ്ടാവും, ഭയങ്കരമായിട്ട് എതിരഭിപ്രായം ഉണ്ടാകും. കാര്യം കുറേ ആളുകൾ വരും, ഇപ്പോൾ കൈദി ഫാൻസ്, ദില്ലി ഫാൻസ് ഇങ്ങനെ വരും. അവർ പറയും കൈദിയാണെന്ന്. കൈദി എന്ന് പറഞ്ഞാൽ കൾട്ടാണ്, ദി കൾട്ടാണ്. ആ പടത്തിനൊരു ടൈറ്റിൽ, അതായത് ലോകേഷിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് വെച്ചിട്ട് ഓരോ സിനിമയ്ക്ക് ഓരോ ടൈറ്റിൽ കൊടുക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയും കൈദി എന്ന് പറയുന്നത് ദി കൾട്ട്, ദി ബെസ്റ്റ് എന്ന് പറയുന്ന വിക്രമാണ്, ദി ബെസ്റ്റ്. കാര്യം ഒരു ഹീറോയിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ, ഒരുപാട് പേരുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് കുറയരുത്, എല്ലാവരും കട്ടയ്ക്ക് നിൽക്കണം. ഇതിൽ അനിരുദ്ധിൻ്റെ പെടപ്പൻ കത്തിക്കൽ വേറെയുണ്ട് ഇതിൻ്റെ പുറകിൽ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ലോകേഷ് ഇവരെല്ലാവരെയും അണിനിരത്തി എക്സിക്യൂട്ട് ചെയ്ത ഒരു മാസ്റ്റർ പീസാണ് നമ്മുടെ വിക്രം എന്ന് പറയുന്നത്. അതിനകത്ത് ലാസ്റ്റ് വരുന്ന റോളക്സ് എൻട്രി, നമ്മുടെ സൂര്യ, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അങ്ങേര അതേപോലെ സ്ക്രീനിൽ കണ്ടിട്ട് കുറേ നാളായി, അതിനുശേഷവും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അമ്മാരി ആ ക്യാരക്ടറിന് സെലിബ്രേഷൻ കിട്ടിയത്. ഇപ്പോഴും അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൂലി ഇറങ്ങിയപ്പോൾ സംഭവിച്ചതും ആ വിക്രം എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത്രയും ക്യാരക്ടേഴ്സിനെ കൂലിയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ വിക്രമിൽ പുള്ളിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലെ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പരാതി. നമുക്ക് അതിലേക്ക് വരാം. അപ്പം നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു ദി കൾട്ട്, കൈദി, ദി ബെസ്റ്റ് എന്ന് പറയുന്നത് വിക്രം. ഇനി അപ്പുറത്ത് വേറൊരു സാധനമുണ്ട്, മാനഗരം എന്ന് പറയുന്നത് പുള്ളിയുടെ ഫസ്റ്റ് വർക്ക്. ഒരു ഡയറക്ടറിൻ്റെ ഫസ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മാനഗരം എന്ന് പറയുന്നത് അതൊരു വേറെ ലീഗിൽ നിൽക്കുന്ന പടമാണ്, അത് വേറെ ലെവലാണ്. അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയത്തില്ല. പിന്നെയുള്ള പടങ്ങൾ, പിന്നെയുള്ള 3 സിനിമകൾ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് നോക്കണം. മാസ്റ്റർ, ലിയോ, ഇപ്പോൾ വന്ന കൂലി. ഈ 3 സിനിമകൾക്കും, ആദ്യം പറഞ്ഞ 3 സിനിമകൾക്കും പ്രത്യേകതയുണ്ട്. ഈ 3 സിനിമകളിൽ അഭിനയിച്ചേക്കുന്ന ദി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസാണ്. തമിഴിലെന്നല്ല, സൗത്ത് ഇന്ത്യയിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ ദി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസിനെ കിട്ടിയേക്കുന്ന പടങ്ങളായിരുന്നു മാസ്റ്റർ, ലിയോ, അതുപോലെ തന്നെ നമ്മുടെ കൂലി. കൂലിയിൽ അമീർ ഖാനുണ്ട്, സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് മെയിൻ ഫാക്ടർ, അമീർ ഖാനും ഉണ്ട്. അപ്പുറത്ത് ലിയോയിലും മാസ്റ്ററിലും തളപതി വിജയ്, മതി പേര്, ബ്രാൻഡ്, അത് മതി. അപ്പം ഇത് ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് സിനിമകളിൽ വിക്രമിലും കൈദിയിലും മാനഗരത്തിലും ഇല്ലാത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ സിനിമകൾ, ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമകൾക്ക് ഓൾറെഡി ആളുകൾ കയറാനുണ്ട്. നല്ലൊരു കളക്ഷൻ, എന്ത് പൊട്ട സിനിമ ചെയ്താലും വരുന്ന ആളുകളാണ് ഇവർ. ബീസ്റ്റ് ഉദാഹരണം, വിജയുടെ ദർബാർ പോലുള്ള സിനിമകൾ, രജനിയുടെ ഉദാഹരണം. അപ്പം 200 കോടി എന്ത് പൊട്ട സിനിമ ചെയ്താലും കയറ്റാൻ പറ്റുന്ന സ്റ്റാർസിനെ കൈ കിട്ടാൻ നേരത്ത് അവരെ വെച്ച് പടം ചെയ്യുമ്പോൾ അവരുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസും കൂടി ആണെങ്കിൽ, അല്ലെങ്കിൽ ലോകേഷ് ചെയ്യുന്ന പടം കൂടി ആയതുകൊണ്ട് ഹൈപ്പ് ഇരട്ടിയാവും. അപ്പോൾ അതിന് പോസിറ്റീവും കൂടി വരികയാണെങ്കിൽ ഏത് വരെ പോകുമെന്നുള്ളത് ലോകേഷിന് നന്നായിട്ടറിയാം. അപ്പം ആ അറിയാം എന്നുള്ള സംഭവം മനസ്സിൽ വച്ചിട്ട് ഉഴപ്പിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത്രമാത്രം കെയർ
അതായത് നമ്മുടെ കമൽഹാസനെയും സൂര്യനെയും നമ്മുടെ ദില്ലി ആരായിരുന്നു കാർത്തിനെയും ഇവരെയൊക്കെ വെച്ച് പണ്ണുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ പെർഫെക്ഷൻ അതിൻ്റെ 10 ഇരട്ടി പെർഫെക്ഷനിൽ 10 ഇരട്ടി ശ്രദ്ധയോടെ വേണമായിരുന്നു മാസ്റ്ററിൻ്റെ ലിയോയുടെയും കൂലിയുടെയും സ്ക്രിപ്റ്റ് എഴുതേണ്ടിയിരുന്നത്. ഇതിൽ മാസ്റ്റർ ഫസ്റ്റ് ഹാഫ് ലിയോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന വേറെ ലെവലിലാണ്. ഇപ്പം ഈ സിനിമകൾ ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ. ഇപ്പം ലിയോ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടിറങ്ങിയപ്പോൾ എനിക്ക് വലിയ നഷ്ടവും തോന്നിയില്ല. കാര്യം ഞാനൊരു വിജയ് ഫാനാണ്. എങ്കിലും ഞാൻ പറയും ഈ 2 സിനിമകളും ലോകേഷിൻ്റെ വീക്ക് പടങ്ങൾ തന്നെയാണ്. പക്ഷേ വീക്ക് പടങ്ങളാണെങ്കിലും എൻ്റെ പൊന്നോ അമ്മാതിരി റിപ്പീറ്റ് ഓഡിയൻസ് ആണ് ലിയോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്നത്. വീക്ക് പടമായിട്ടും കേരളത്തിലേക്ക് വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മാതിരി റിപ്പീറ്റ് ഓഡിയൻസ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങേരുടെ ഫാൻസ് ഇപ്പോൾ എന്നെപ്പോലുള്ളവർ ഇങ്ങേരെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ സ്ക്രീനിൽ അമ്മാതിരി ലെവലിൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിയോയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടം ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് കത്തി വന്നിട്ട് ആ നരബലി ആ ഫ്ലാഷ് ബാക്ക് ആകുമ്പോൾ ഇങ്ങനെ അങ്ങ് ഡൗൺ ആയി ഇതൊരു കുഴിയിലേക്ക് പോയി വീഴും. ഈ കുഴിയിൽ നിന്ന് കയറി വരാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ പടം അങ്ങ് അപ്പാകുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഇപ്പോൾ കാണാൻ നേരത്ത് 1 റിപ്പീറ്റ് വാച്ച് ഉണ്ട് പടത്തിന്. പക്ഷേ ആ കുഴിയിലേക്ക് നമ്മൾ വീണ് പോയിട്ട് പിന്നെ കയറി വരാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഇതിന് 1 നെഗറ്റീവ് വന്നത്. ഇപ്പം പിന്നെ ലിയോനെ കൂലി ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പോസിറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇനി കൂലിയിലേക്ക് വരികയാണെങ്കിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ഇഴച്ചിൽ. സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സീൻ, അതായത് പുള്ളി ഇങ്ങനെ വന്ന് ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളാരും മണ്ടന്മാരല്ല. ഇവർ മറ്റേ ഗ്രൂപ്പിന് ഉപയോഗിച്ചിട്ടില്ലെന്നൊക്കെ പറയാൻ നേരത്തെ നമ്മൾ കാണുന്നവർ മണ്ടന്മാരല്ല. ബോഡി ഡബിളും ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ നമുക്കും പറ്റൂടെ. കാര്യം സൂപ്പർ സ്റ്റാറിന് വയ്യാന്നുള്ളത് ആ പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫൈറ്റ് കാണുമ്പോൾ ഇത് വേറെ ആരോ ചെയ്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം അമ്മാതിരി സാധനമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പം ലോകേഷ് കനകരാജ് ഫാൻസ് വന്ന് ഇങ്ങനെ ന്യായീകരിക്കാൻ നിന്നാൽ എങ്ങനെ ശരിയാവും? ഇത് 150 രൂപ പോയ ഓരോ പ്രേക്ഷകൻ്റെ രോദന. 150 രൂപ പോയി കഴിഞ്ഞാൽ ലോകേഷിനെ കുറ്റം പറയാം. അത് ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 150 എടുത്ത് പറയണ പുള്ളി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കില്ലാത്തൊരു പ്രശ്നം വേറെ ആർക്കും വേണ്ട. പിന്നെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. സിനിമാ ഫീൽഡിൽ അത് കുറച്ച് കൂടുതലുണ്ടാവും. ലോകേഷിനെ സംബന്ധിച്ച് ഇപ്പം കിട്ടുന്ന ഈ ക്രിറ്റിസിസം, ഈ പരാമർശങ്ങൾ, ഈ വിമർശനങ്ങൾ ഇതിനെയൊക്കെ പുള്ളി ഓവർകം ചെയ്ത് വമ്പം തിരിച്ചു വരവ് നടത്തും പുള്ളി. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം പുള്ളി ഒരു പീക്ക് ഡയറക്ടറാണ്. പക്ഷെ പുള്ളി ഇത്രയും ഒരു ടൈം എടുത്തല്ല സിനിമ ചെയ്തേണ്ടത്. ഇതിൽ കൂടുതൽ ടൈം എടുത്ത് സിനിമ ചെയ്യണം. രാജമൗലിയൊക്കെ എന്താണ് ഇപ്പോഴും ആ ലെവലിൽ നിൽക്കുന്ന? അപ്പം രാജമൗലിയുടെ ലെവലിലൊക്കെ കൊണ്ടുപോയി ലോകേഷിനെയും നെൽസനെയും മറ്റേ അറ്റ്ലീനെയൊക്കെ കുറേ പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം രാജമൗലി ഭയങ്കര ടൈം എടുത്തിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പുള്ളിയുടെ ഓരോ സിനിമകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട്. പുള്ളി വർഷം ഇറക്കിയാലും നമ്മൾ പോയി കാണും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി പോകാൻ പാടില്ലെന്ന് പുള്ളിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ലോകേഷ് കനകരാജിനെ ആത്മാർത്ഥമായിട്ട് വരണമെങ്കിൽ പുള്ളിയും ഇതേപോലെ ടൈം എടുത്ത് തന്നെ ചെയ്യണം. ആ ടൈം എടുത്ത് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഈ സിനിമകളിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഈ ഏത് പടങ്ങൾ, ഈ മാസ്റ്ററിലും ഈ ലിയോയിലും ഈ കൂലിയിലും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് പുള്ളി വർക്കിൽ ഫോക്കസ് ചെയ്ത് പുള്ളി ചെയ്യണേ. പുള്ളി ചെയ്തു വെക്കുന്ന എന്ത് സാധനമാണെന്നുള്ളത് നമുക്കറിയാം. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും, വിമർശിക്കും, കുറ്റം പറയും, എല്ലാം ചെയ്യും. അന്ന് വെച്ച് പട്ടികളെന്ന് വിളിച്ചാൽ ഈ അശ്വന്ത് പോക്ക് 100 പേരെ കുറ്റം പറഞ്ഞിട്ടില്ലേടെ? എത്ര നടന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റം പറയുന്നതിന് പുള്ളി പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം എത്താത്തതുകൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞ് പോകുന്നതാണെന്ന്. അപ്പോൾ ലോകേഷ് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബാറുണ്ട്, ആ ബാറിന് മേളിലേക്ക് പടം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയും, ഇനിയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൂലി സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതെന്താണ്? അത് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അശ്വന്ത് വോക്കിൻ്റെ ഈ ഒരു അഭിപ്രായത്തോടും പുള്ളി പറയുന്നത് ലോകേഷിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ലെന്നാണ്. ലോകേഷ് വേറെ ലെവലാണ്. അങ്ങനെയൊന്നും ഇല്ലടേ. അങ്ങനെയാണ് ശങ്കർ വേറെ ലെവലായിരുന്നു. ഇപ്പം ഈ ഗെയിം ചേഞ്ചറും ഇന്ത്യൻ 2 ഒക്കെ ഇറക്കിയാൽ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞില്ലേ? അന്നത്തെ സിനിമകൾ വെച്ച് പുള്ളി മറ്റേ ലെജൻഡാണ്, ലെഗസി ഉള്ളവനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറ്റം പറയുമോ ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയും. പിന്നെ രജനിയുടെ ലെഗസി, അതിനെ കുറേ പേര് പ്രത്യേകിച്ച് വിജയ് ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് ടോപ്പിൽ കയറി പോയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഓൾ ഓവർ ദി വേൾഡ് സൂപ്പർ സ്റ്റാർ, അത് സൂപ്പർ സ്റ്റാർ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. അത് പുള്ളിക്ക് ജയിലർ 2 വിജയുടെ ജനനായകൻ വരും, രജനിയുടെ ജയിലർ 2 വരും. ജയിലർ 2ന് പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് 1000 കോടിയാണ്. അതിനു മുമ്പേ ജനനായകൻ പോസിറ്റീവ് വരികയാണെങ്കിൽ ഒരു വിജയ് പടം, ടിപ്പിക്കൽ വിജയ് പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഏത് ലെവൽ പോകുമെന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യമാണ്. ആ സംശയം മാറിക്കിട്ടും. അതൊരു അന്യായ ലെവൽ പോയെന്ന് വരും. എന്തായാലും കൂലി കമൻറ്റ് ബോക്സിലിടുക.